അഭിജിത്ത് മുഴക്കുന്ന് തുടരുന്നുണ്ട്. അഭിജിത്ത്, കൂടുതൽ പേർ അങ്ങോട്ടേക്ക് എത്തി മന്ത്രിയെ തടയുന്ന കാഴ്ചയാണെന്ന് തോന്നുന്നു കാണാൻ കഴിയുന്നത്. ഇപ്പോൾ എന്താണ് ഇനി അടുത്ത നീക്കം? ഇവരുമായി എന്തെങ്കിലും അനുനയത്തിനുള്ള സാധ്യതയുണ്ടോ? അനുജ, അനുനയത്തിനുള്ള സാധ്യതകൾ തന്നെയാണ് തേടുന്നത്. ഒരു ചർച്ച ഈ പ്രദേശവാസികളിൽ ചിലരുമായി ഒരു ചർച്ച നടത്താം എന്നുള്ളൊരു അനുനയ നീക്കത്തിലേക്ക് നിലവിൽ മന്ത്രി എത്തുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മന്ത്രിയെ കടത്തിവിടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പ്രദേശവാസികളും എത്തിയിട്ടുണ്ട്. ഏതായാലും എന്താ മന്ത്രി പ്രസ്താവന മന്ത്രിയുടെ? ഒന്ന്, ആ സഹോദരിയെ വനത്തിൽ നിന്നാണ് കടുവ പിടിച്ചതെന്ന്. രണ്ട്, ഇവിടെ നടക്കുന്ന സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. ഈ രണ്ട് പ്രസ്താവനയും മന്ത്രി പിൻവലിക്കുക. ഇതാണ് ഞങ്ങളുടെ ജനങ്ങളെ ഉന്നയിക്കുന്ന ആവശ്യം. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. എന്തെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇപ്പം പറയുന്നുണ്ട്. അതിന് നാടകം ഉണ്ടോന്ന് അറിയില്ല. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതാണ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇവിടെ നാട്ടുകാരോട് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അനുനയ നീക്കത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും പൂർണ്ണമായും ഈ പ്രശ്നം ഒഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പലരും മന്ത്രിയുടെ വാഹനത്തിന്, പ്രതിഷേധക്കാർ പലരും മന്ത്രിയുടെ വാഹനത്തിന് സമീപത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പോലീസ് ഇടപെട്ട് ഈ പ്രതിഷേധക്കാരെ മാറ്റാനുള്ള നടപടികളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇത്രയും വലിയൊരു ആക്രമണം, ഒരു വന്യജീവി ആക്രമണം, കടുവയുടെ ആക്രമണം ഇവിടെ നടന്നിട്ട് എന്തുകൊണ്ടാണ് വനമന്ത്രി ഇവിടേക്ക് എത്താൻ, ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഇവിടേക്ക് എത്താൻ ഇത്ര കാലതാമസം എടുത്തത് എന്ന ചോദ്യമാണ് പ്രദേശവാസികൾ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത്. ഇവർ പറയുന്ന മറ്റൊരു കാര്യം, രണ്ടു കാര്യങ്ങൾ മന്ത്രി പറഞ്ഞു. അതിലൊന്ന്, ഈ നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. മറ്റൊന്ന്, കാടിനകത്ത് വെച്ചാണ് രാധ കൊല്ലപ്പെട്ടത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വനമന്ത്രിയുടെ ഭാഗത്ത് ഉയരുന്നു. അത് മന്ത്രി, ആ രണ്ട് പ്രസ്താവനകൾ മന്ത്രി പിൻവലിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുകയാണ്. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു പ്രതിഷേധമാണ് പഞ്ചാരക്കൊല്ലിയിൽ അരങ്ങേറുന്നത്. രാധയുടെ വീടിന് തൊട്ടിപ്പുറത്ത് വെച്ചാണ് മന്ത്രിയുടെ വാഹനത്തെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിരവധി പേർ, നൂറുകണക്കിന് പ്രദേശവാസികൾ ഈ മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് എത്തുകയും ഈ വാഹനം തടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏട്ടാ, മന്ത്രി എന്തായി പറയുന്നത്? മന്ത്രി എന്തെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു? ചർച്ചയ്ക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. അതാണ് ഈ പ്രതിഷേധം. ഇവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ വിഷയം. അദ്ദേഹം പറഞ്ഞു ഫോറസ്റ്റിൽ നിന്നാണ് ഈ സ്ത്രീയെ പിടിച്ചെന്നാണ് പറയുന്നത്. യഥാർത്ഥ തോട്ടത്തിൽ നിന്നാണ് പിടിച്ചത്. അയാൾ ആ പ്രസ്ഥാനം തിരുത്തിയാൽ മതി. അയാളുടെ പ്രസ്താവന തിരുത്തി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയുടെ കുഴപ്പം. ആ പ്രസ്താവനകൾ പിൻവലിക്കണം. ഫോറസ്റ്റ് കടുവ പിടിച്ചത് അത് ന്യായീകരിക്കുന്ന രീതിയാണ് സംസാരം വന്നത്. അദ്ദേഹം ആ വാദം പിൻവലിച്ചാൽ മതി. പ്രശ്നത്തോട് തീരും. ഇത് പറയട്ടെ, ഓപ്പണായിട്ട് പറയട്ടെ. അതാണിപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾക്കെതിരെ കൂടി പ്രതിഷേധം അറിയിക്കുകയാണ് നാട്ടുകാർ. വനത്തിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. മറ്റൊന്നിത് രാഷ്ട്രീയ വിഷയമാക്കി, രാഷ്ട്രീയ പ്രതിഷേധമാക്കി മാറ്റിയിരിക്കുകയാണ്. നടക്കുന്നത് രാഷ്ട്രീയ പ്രതിഷേധമാണ് എന്നതുൾപ്പെടെയുള്ള മന്ത്രിയുടെ പ്രസ്താവന. അതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. ഒപ്പം അദ്ദേഹം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തതിലുള്ള പ്രതിഷേധം. ഇതെല്ലാം അറിയിച്ചുകൊണ്ട് റോഡിൽ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. മന്ത്രി വാഹനത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സുർജിത്ത്, അരമണിക്കൂറായി മന്ത്രി റോഡിൽ ഇങ്ങനെ വാഹനത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി അടുത്ത നീക്കം എന്താണ്? അവിടെ പോലീസുകാർ ശ്രമിച്ചു, ആദ്യവട്ടം പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്താണ് അടുത്ത നീക്കം? ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് വാഹന വ്യൂഹത്തിന് അടുത്തായി. മന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് സംരക്ഷണ കവചം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതിന് മുമ്പിലാണ് പ്രതിഷേധം നടക്കുന്നത്. അതായത് വാഹന വ്യൂഹത്തിന് മുമ്പിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന്റെ വഴിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. മന്ത്രി വാഹനത്തിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ പോലീസ് സന്നാഹമുണ്ട്. അവരെല്ലാം തന്നെ അതിന് ഈ പ്രതിരോധം തീർത്തുകൊണ്ട് ഇതിന് ചുറ്റുമുണ്ട്, ഈ വാഹനത്തിന് ചുറ്റുമുണ്ട്. മന്ത്രിക്കെതിരെ മുദ്രാവാക്യം ഒരു ഭാഗത്ത് മുഴങ്ങുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അതായത് ഇത്തരം ഒരു ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വനം മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരിടത്ത് ഫാഷൻ ഷോ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കോഴിക്കോട് പാട്ട് പാടുകയായിരുന്നു. അതൊക്കെ ആളുകളെ വലിയ രീതിയിൽ തുടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടാനുള്ളത്. മാത്രമല്ല, ഇവിടെ ഇന്നലെ നടന്ന ആ പ്രതിഷേധത്തിന് പിന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. രാഷ്ട്രീയ വിഷയമാണെന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ മന്ത്രി ഉയർത്തി എന്നുള്ള ആരോപണം കൂടി
ഈ നാട്ടുകാരെല്ലാം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഈ വാഹന വ്യൂഹത്തിന് മുമ്പിലായി നിരവധി പേർ പ്രതിഷേധിക്കുന്നു. മറുഭാഗത്ത് മന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നു. പോലീസ് മന്ത്രിയുടെ വാഹനത്തിന് ചുറ്റുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് സംരക്ഷിത കവചം ഒരുക്കുന്നു. ഒരു ഭാഗത്ത് ആളുകളെല്ലാം തന്നെ അവരുടെ അമർഷം പ്രകടിപ്പിക്കുന്നു. അത്തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മന്ത്രി ഇതുവഴി കടന്നു വരുന്നു. ആ കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ കാണാൻ കഴിയുന്നതും അങ്ങനെ തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മന്ത്രി ഇവിടേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം മന്ത്രിയുടെ വാഹനം ഇതിന് മുമ്പിലായി എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട് മന്ത്രിയുടെ വാഹനം. അല്പസമയത്തിനകം തന്നെ മന്ത്രിക്ക് വീട്ടിലേക്ക് ഇറങ്ങാൻ കഴിയും. ആ ഒരു തരത്തിലുള്ള ആ രീതിയിലുള്ള സംരക്ഷണ കവചമാണ് ഇപ്പോൾ ഒരുക്കി നൽകുന്നത്. ആ തരത്തിലുള്ള സംരക്ഷണ കവചമാണ് പോലീസ് ഒരുക്കി നൽകുന്നത്. പ്രതിഷേധം ഒരു ഭാഗത്ത് കനക്കുന്നു, മറുഭാഗത്ത് മന്ത്രിയുമായി വാഹന വ്യൂഹം ഇവിടേക്ക് കടന്നു വരുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധം. അതായത് ഈ വീടിന്റെ മുൻഭാഗം തേയിലത്തോട്ടങ്ങളാണ്. ആ തേയിലത്തോട്ടങ്ങളിൽ വരെ ആളുകൾ തമ്പടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ധാരാളം ആളുകൾ ഈ വീട് കേന്ദ്രീകരിച്ചും ഉൾപ്പെടെ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും വീടിന് മുമ്പിലേക്ക് എത്തുമ്പോൾ എന്താകും ആ തരത്തിലുള്ള പ്രതിഷേധ വഴി എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. സ്വാഭാവികമായും ആ തരത്തിലാണ് ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കാണാൻ കഴിയുന്നത്. കാരണം വാഹന വ്യൂഹത്തെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പോലീസ്. എന്തായാലും അത്തരത്തിൽ ഈ Turji tu